ശ്രീ ടി ജെ വിനോദ്. സർ, എറണാകുളം നിയോജകമണ്ഡലത്തിൽ ചേരാനല്ലൂർ പഞ്ചായത്തിൽ NHI 66 കടന്നു പോകുന്നത് എടപ്പള്ളി കുന്നുംപുറം ജംഗ്ഷൻ മുതൽ വരാപ്പുഴ പാലം വരെ ഏകദേശം 4 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇത് ചേരാനല്ലൂർ പഞ്ചായത്തിൻ്റെ 90% പ്രദേശം NHIയുടെ പടിഞ്ഞാറ് ഭാഗത്തും ബാക്കി 10% NHIയുടെ കിഴക്ക് ഭാഗത്തുമായി ഏകദേശം 6 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കെട്ടി പഞ്ചായത്തിന് 2 പ്രദേശങ്ങളായി വേർതിരിച്ച് നിർത്തിയാണ് NHI കടന്നു പോകുന്നത്. എടപ്പള്ളി കുന്നുംപുറം ജംഗ്ഷനിലെ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞാൽ പിന്നീട് 2.5 കിലോമീറ്റർ കഴിഞ്ഞ് കണ്ടെയ്നർ ജംഗ്ഷനിലാണ് അടുത്ത ഫ്ലൈ ഓവർ. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് ഇതിനിടയിൽ 2.5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ യാതൊരു സൗകര്യവുമില്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് NHIയുടെ നോംസ് പ്രകാരം 2 കിലോമീറ്റർ ഇടയിൽ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന് ഒരു അടിപ്പാതയെങ്കിലും നിർമ്മിക്കണമെന്നതാണ്. അവിടെ റോഡ് ഇരുവശവും എംബാങ്ക്മെന്റ് കെട്ടിയതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസ് ആണെങ്കിലും മാർക്കറ്റ് ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും മോസ്ക് ആണെങ്കിലും അമ്പലമാണെങ്കിലും ആശുപത്രി ആണെങ്കിലും പഞ്ചായത്ത് ഓഫീസറാണെങ്കിലും ജനങ്ങൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ബന്ധപ്പെടേണ്ട സ്ഥാപനങ്ങൾ NHIയുടെ പടിഞ്ഞാറ് വശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവർ 2.5 കിലോമീറ്റർ ചുറ്റിയാണ് ഈ സ്ഥലങ്ങളിൽ എത്തേണ്ടത്. പടിഞ്ഞാറ് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് എറണാകുളം ഭാഗത്തേക്ക് ബസ്സിലോ മറ്റോ പോകണമെങ്കിൽ 2.5 കിലോമീറ്റർ ചുറ്റി കിഴക്ക് ഭാഗത്ത് വന്ന് വേണം ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ. സാർ, ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾ കഴിഞ്ഞ നവംബർ 5 മുതൽ 76 ദിവസക്കാലമായി സമരത്തിലാണ്. സാർ, ഈ ആവശ്യം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും അതുപോലെ NHIക്കും പരാതി നൽകി യാതൊരു നടപടി സ്വീകരിച്ചില്ല. സാർ, ഈ വിഷയത്തിൽ അങ്ങ് ഇടപെട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യുന്നതിന് ഭാരതറാണി റോഡ് ജംഗ്ഷനിലും ചേരാനല്ലൂർ തൈക്കാവ് ജംഗ്ഷനിലും 2 അണ്ടർപാസുകൾ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. വിശദമായി പറയുന്നില്ല സാർ. ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടപെട്ട് ചില അണ്ടർപാസ് ഉൾപ്പെടെ വെഹിക്കിൾ അണ്ടർപാസ് ഉൾപ്പെടെ അനുവദിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ഈ വിഷയം ഉയർത്തുന്നത്. NH66 ഇപ്പോൾ യാഥാർത്ഥ്യമായി വരാൻ നേരത്ത് ചില പ്രാദേശിക വിഷയങ്ങൾ അതിന് ഉയർന്നു വരുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ടാണ് ഇതിലൊക്കെ ഇടപെടുന്നത്. പൊതുവായിട്ടുള്ള പറയാനുള്ളതാണ്. നിഷ്കളങ്കമായി ഇടപെടുന്ന സംസ്ഥാന ഗവൺമെന്റ് വളരെ പോസിറ്റീവായിട്ടാണ് അതിൽ നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ സംസ്ഥാന ഗവൺമെന്റ് കാലത്ത് ഇത് പൂർത്തീകരിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി ചില ഇടപെടൽ നടത്തുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, മരണപ്പെട്ട ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ജീവൻ വെപ്പിക്കാൻ LDF സർക്കാരിന് അറിയാമെങ്കിൽ ജീവൻ വെപ്പിച്ച പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനും സർക്കാരിന് അറിയാം എന്നുള്ളത് വിശ്വാസത്തോടെ പറയുന്നു. ന്യായമായ വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ ഇടപെടും, ഇതുവരെ ഇടപെട്ടിട്ടുണ്ട്, ഇനിയും ഇടപെടും. എന്നാൽ നാട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി മുടക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമത്തെ അതേ അർത്ഥത്തിൽ തന്നെ സർക്കാർ തിരിച്ചറിയും.